റെയിൽവേ സ്റ്റേഷൻ വികസനം, ചരിത്രത്തിലെ ചായക്കടയും സ്ഥലം മാറുന്നു. അറിഞ്ഞില്ലേ? ഓണായിട്ട് കമ്പ്യൂട്ടർ കെയറിൽ ഓണം ഓഫറും എത്തി. കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും തകർപ്പൻ വിലക്കുറവ്, കൂടാതെ കിടിലൻ സമ്മാനങ്ങളും ഈസി EMI-യും വിൽപ്പനാനന്തര സേവനവും. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ മുഖം മിനുക്കുമ്പോൾ വഴിമാറുന്നത് മറ്റൊരു ചരിത്രവും. സ്റ്റേഷന്റെ പൂമുഖത്ത് നിറസാന്നിധ്യമായ ചായക്കട ഇനി അവിടെ ഉണ്ടാവില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന് എതിർവശത്താണ് കഥ പറയുന്ന ഈ ചായക്കട. 1938 ഈ സ്ഥാപനം തുടങ്ങിയത്. തലമുറകളായി ഇപ്പോഴും നടത്തി വരുന്നു. തുടക്കത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ടീ സ്റ്റാൾ സ്ഥിതി ചെയ്തത്. അതുകൊണ്ട് തന്നെ നിരവധി നിയമലംഘന സമരങ്ങളുടെ തീഷ്ണ സ്മൃതിയുണ്ട് ഈ ചായക്കടക്ക് പറയാൻ. നിലവിൽ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച കെട്ടിടത്തിലായിരുന്നു ചായക്കട പ്രവർത്തിച്ചു വന്നിരുന്നത്. കെട്ടിടം നവീകരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കട പൊളിച്ചു തുടങ്ങി. തുടക്കത്തിൽ സ്റ്റാൾ നടത്തിയത് KV ഗോവിന്ദൻ നമ്പ്യാരായിരുന്നു. മുൻ കേരള സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവൻ്റെ പിതാവ് KV ശങ്കരൻ നമ്പ്യാരുടെ അനുജനാണ് ഇദ്ദേഹം എന്നതും മറ്റൊരു പ്രത്യേകത. കണ്ണൂർ തിലാനൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. 1980 മരിക്കുന്നതുവരെ ഗോവിന്ദൻ നമ്പ്യാരുടെ ഉടമസ്ഥയിലായിരുന്നു സ്റ്റാൾ. 1948 മുതൽ അദ്ദേഹത്തെ സഹായിക്കാൻ സഹോദരി പുത്രനായ KV കുഞ്ഞിരാമൻ നമ്പ്യാർ ഉണ്ടായിരുന്നു. KV ഗോവിന്ദൻ നമ്പ്യാരുടെ കാലശേഷം ഭാര്യയായ TP പാർവതി അമ്മയുടെ ഉടമസ്ഥതയിലായിരുന്നു സ്ഥാപനം. ഇവരുടെ സ്വദേശം കല്യാശ്ശേരി സെൻട്രലിലായിരുന്നു. 1997 ഇവരുടെ മരണശേഷം മകളായ TP രുക്മിണി അമ്മയുടെ ഉടമസ്ഥയിലായി. അത് ഇപ്പോഴും തുടരുന്നു. KV കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ഭാര്യയാണ് TP രുക്മിണി അമ്മ. 2011 KV കുഞ്ഞിരാമൻ നമ്പ്യാരുടെ മരണശേഷം മക്കളായ TP പ്രകാശനും TP ദിനേശനും കുടുംബാംഗങ്ങളുമാണ് സ്റ്റാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കട ഇനി ഈ പ്രധാന കെട്ടിടത്തിൻ്റെ തെക്കുമാറി 12-13 ബോഗികളുടെ സ്ഥാനത്തായിരിക്കും പ്രവർത്തിക്കുക. ഇതിൻ്റെ അടിത്തറ റെയിൽവേ ഉണ്ടാക്കി നൽകും. മറ്റു പ്രവർത്തികൾ ഉടമ തന്നെ നിർവഹിക്കണം. എന്നാൽ നേരത്തെ ഉണ്ടായ കടയിലെ സജീവത ഇനി ഉണ്ടാവില്ലല്ലോ എന്നതാണ് ചരിത്ര പരമ്പരയിലെ ഇപ്പോഴത്തെ തലമുറയുടെ സങ്കടം. അച്ഛൻ കൊണ്ട് നടന്ന സ്ഥലം അത് എൻ്റെ അമ്മയുടെ പേരിലായി. അച്ഛൻ പോയതിന് ശേഷം അമ്മയുടെ പേരിൽ നിന്ന് എൻ്റെ പേരിലേക്കായി. പിന്നെ അമ്മ പോയതിന് ശേഷം എല്ലാം കൂടി കൊല്ലം 80 കൊല്ലത്തിന് മേലെ. അങ്ങനെ ഇപ്പം എനിക്ക് ജീവിക്കാനില്ല, ഒരു ഇതില്ല. അത് ഇതിങ്ങനെ പൊളിച്ച് പാച്ചിപ്പോയിട്ടേ അതിൻ്റെ സ്ഥലമായി പോയില്ലേ. നമുക്ക് കൊണ്ടു നടത്തുന്ന എൻ്റെ മക്കൾ കൊണ്ടു നടത്തുന്നല്ലേ. അതിങ്ങനെയായി പോയില്ലേ. നമുക്ക് എനിക്കും ജീവിക്കാൻ വേറെ ഒന്നുമില്ല. എൻ്റെ മക്കൾ 2 കൊണ്ടു നടത്തുന്ന അവർ ദിനേശ പ്രകാശൻ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അറിഞ്ഞില്ലേ? ഓണായിട്ട് കമ്പ്യൂട്ടർ കെയറിൽ ഓണം ഓഫറും എത്തി. കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും തകർപ്പൻ വിലക്കുറവ്, കൂടാതെ കിടിലൻ സമ്മാനങ്ങളും ഈസി EMI-യും വിൽപ്പനാനന്തര സേവനവും. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.